ഹലോ മക്കളെ, നമ്മുടെ ജെഇ കീമിൻ്റെ ക്രാഷ് കോഴ്സിന് ലോഞ്ച് ആണിത്. മക്കളെ, നിങ്ങളുടെ 2026 വരുന്ന ജെഇനും കീമിന് വേണ്ടിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അനൗൺസ്മെൻ്റ് ആണിത്. എക്സാമിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് December 26 ആണ്. ഓക്കെ, നിങ്ങൾ ഈ പ്രാവശ്യത്തെ ജെഇ അല്ലെങ്കിൽ കീം ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് റിവിഷൻ ടൈമും ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്സ് മേടിക്കാൻ പറ്റുന്ന ടൈമാണ് ലാസ്റ്റ് ഫ്യൂ മന്ത്സ്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമിൻ്റെ ഒരു മാസം മുമ്പ് അല്ലെ കുറച്ച് ആഴ്ചകൾ മുമ്പ് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്കറിയാം ഈ ഓൾ ഇന്ത്യയും ഓൾ കേരള വരുന്ന എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ December 26 നിങ്ങളുടെ ക്രിസ്മസ് എക്സാം +2 ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ക്രാഷ് ബാച്ച്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡീറ്റെയിൽസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് 26 ഡിസംബറിന് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും മക്കൾ. നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരിക്കും. അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഫുൾ ഡീറ്റെയിൽസിന് വേണ്ടി വീഡിയോ കാണാം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കിട്ടാമെന്ന്? ഓക്കെ, എല്ലാ ചാപ്റ്ററിൻ്റെയും ജെഇ കീമിൻ്റെയും റിവിഷൻ ക്ലാസ്സസ് കിട്ടാൻ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 10, 20, 30 മണിക്കൂറുള്ള ക്ലാസ് ആയിരിക്കില്ല. കാരണം ദിസ് ഈസ് എ പ്യുവർ ക്രാഷ് ബാച്ച്. ഓക്കെ, അപ്പോൾ ക്രാഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മക്കളെ, ഏതൊരു എൻട്രൻസ് എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കീം എടുക്കുക, ജെഇ എടുക്കുക, നീറ്റ് എടുക്കുക, ഏതെടുക്കുകയാണെങ്കിലും 80-20 പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നിങ്ങളുടെ 20% ടോപ്പിക്സ്, ഓക്കെ, 20% ടോപ്പിക്സ് ആയിരിക്കും 80% ഓഫ് എക്സാമിൽ വരാൻ പോകുന്ന മാർക്സ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കും 3 സബ്ജക്ട്സിൽ 3 എല്ലാം പഠിക്കണം. യെസ്, ഐഡിയലി നമ്മളത് പഠിക്കണം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓരോ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂൾ എക്സാമിനറെ കുറേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട് അല്ലേ? അത് പഠിച്ചാൽ ഇത് പഠിച്ചാൽ നമുക്ക് എന്താണ് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ്. അതേപോലെ തന്നെ എൻട്രൻസ് എക്സാം 20% നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ യു ക്യാൻ സ്കോർ അപ് ടു 80%. പക്ഷേ അത് മാറ്റർ ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കുമ്പോൾ ഇത് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യണം. പക്ഷേ ബാക്കി പഠിക്കരുതെന്നാണോ? ഇല്ല, നമ്മളെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഫോക്കസ് വിൽ ബി ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാനുള്ളത് ഈ 20% ആയിരിക്കും. പക്ഷേ ഫുൾ ടോപ്പിക്സ് കവേർഡ് ആയിരിക്കും. പക്ഷേ ഫോക്കസ് വിൽ ബി ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെ സ്പെഷ്യാലിറ്റി. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമും അൺലിമിറ്റഡ് കണ്ടന്റോ പഠിക്കാനുള്ളത്. അത് നമ്മൾ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ജെഇ ലെവലും ഉണ്ടാവും, കീം ലെവലും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാമിന് ഒറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഒറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെവൽ കൂടുതൽ കാണാൻ പറ്റും. കീം ലെവൽ ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാർട്ടർ ലെവൽസ് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഒരു സെറ്റായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി ജെഇയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ജെഇ ലെവലിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ചാപ്റ്ററിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് വരാൻ പോകുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മോഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, മോഡ്യൂളായിട്ട് 2-3 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് അതിൻ്റെ എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്കൂൾ എക്സാം പോലെയല്ല, വേറെ തന്നെ ഒരു ടൈം പ്രഷർ, വേറെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ ചാപ്റ്റേഴ്സ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ മോഡ്യൂൾ വൈസ്, പിന്നെ നിങ്ങൾക്ക് ജെഇൻ്റെ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. എക്സാമിന് തന്നെ ജെഇൻ്റെ ബുക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആദ്യത്തെ 500 കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റോക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഫ്രീ ബുക്കല്ല, ബുക്ക് ശരിക്കും പൈസയുള്ള ബുക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ആദ്യത്തെ 500 സ്റ്റുഡൻസിന്. ഓക്കെ, ഈ ബുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് 3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, വിത്ത് ആൻസേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഏറ്റവും 3 ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ പേപ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫിസിക്കൽ ബുക്കാണ്, PDF അല്ല, ഫിസിക്കൽ ബുക്കായിട്ട് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ പുതിയ പാറ്റേൺ വെച്ചിട്ടുള്ള 3 മോക്ക് എക്സാം പേപ്പർ ഉണ്ടാവും. ഓക്കെ, പുതിയ പാറ്റേൺ വെച്ചിട്ടുള്ള 3 മോക്ക് എക്സാം പേപ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, ഇതും അറ്റംപ്റ്റ് ചെയ്യാം. നിങ്ങൾ ആൻസർ നോക്കാതിരുന്നാൽ മതി. ഓക്കെ, ഇതും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ 6 പേപ്പർ കിട്ടി. അതുപോരാതെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം OMR ഷീറ്റാണ്. ഓക്കെ, OMR ഷീറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കമ്പ്യൂട്ടറൈസ് എക്സാം ആയിക്കോട്ടെ, ഇതായിക്കോട്ടെ, നിങ്ങൾക്ക് ബേസിക്കലി 4 ഓപ്ഷൻ ഉണ്ടാവും. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പം നിങ്ങൾ ഇതിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇഫ് ഇറ്റ്സ് യുവർ കമ്പ്യൂട്ടറൈസ് എക്സാം, അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ OMR കൂടി പ്രാക്ടീസ് ചെയ്യുക. കാരണം ബേസിക്കലി സെലക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബാക്കിയുള്ള എക്സാംസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഈ ബുക്ക് സെറ്റ് എപ്പോഴാണ് കിട്ടുക? ആദ്യത്തെ 500 അഡ്മിഷൻസിനെ കിട്ടുള്ളൂ. അപ്പം വേഗം അഡ്മിഷൻ വേണ്ട ജോയിൻ ചെയ്യാം. ഇത് ഫ്രീ ആയിട്ട് വരുന്ന ബുക്കാണ്. ഓക്കെ, അപ്പോൾ 500 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞു നമ്മുടെ 26-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ, നിങ്ങൾ ജെഇക്കോ കീമിനോ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഡിസിഷൻ എടുത്തിട്ട് ഇപ്പം തന്നെ ജോയിൻ ചെയ്ത്. കാരണം കുറേ കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ +2 എക്സാം കഴിഞ്ഞിട്ടൊരു തീരുമാനം എടുക്കും. ഇനി എക്സാം എഴുതിയാലോ, +2 അത്ര നന്നായി പോയില്ല, അല്ലെങ്കിൽ +2 ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് ഇനി എക്സാം. അപ്പോഴത്തേക്കും യു ആർ ടു ലേറ്റ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടും, അവിടെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടും, നല്ല കണ്ടന്റ് പഠിക്കണം, നല്ല സമയം കിട്ടും. അപ്പോൾ 26 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈസിലി സിലബസ് നമ്മൾ തീർക്കും. ആൻഡ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബുക്സും യൂട്ടിലൈസ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മക്കളെ ഇപ്പം ജോയിൻ ചെയ്യാൻ 2000 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഫീസും വളരെ കുറവ്, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇതിൽ കിട്ടും, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെ ക്ലാസ്സും ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് നല്ല ഡ്യൂറേഷനിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇനിയെങ്കിലും ജെയിലെ കീമിനുള്ള സ്റ്റാർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വെരി ഗുഡ്, അത് ഉപയോഗിക്കുക, ആ മോട്ടിവേഷൻ ഉപയോഗിക്കുക. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ചിലപ്പോൾ നിങ്ങൾ +1 തുടങ്ങിയപ്പോൾ ഒന്ന് സ്പൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാൻ ജെയിക്കൽ ഇന്ത്യന് പഠിക്കണമെന്ന്. ഓക്കെ, പിന്നെ ചിലപ്പം തിരക്കിലങ്ങ് മറന്നു പോയിണ്ട, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോയിണ്ടാവും. +1 കഴിഞ്ഞപ്പോൾ അല്ല +2 തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൈക്ക് വീണ്ടും ഉണ്ടായിട്ടുണ്ടാവും, അതും ചിലപ്പോൾ പോയിണ്ടാവും. പക്ഷേ ഇനി ആകെ എക്സാമിന് തലേന്ന് മാത്രമേ സ്പൈക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം തന്നെ തീരുമാനിക്കുക, പഠിക്കാൻ തുടങ്ങുന്ന ഈ ചാൻസ് പിന്നെ കിട്ടൂല. സോ അതിനുവേണ്ടി നിങ്ങൾ ക്രാഷ് കോഴ്സ് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം. ഇത് കോൺടാക്ട് ചെയ്യാം. 2000 റുപ്പീസാണ് ഫീസ് വരുന്നത്. ആദ്യത്തെ 500 സ്റ്റുഡൻസിന് ബുക്സ് കിട്ടുന്നതായിരിക്കും. സോ വെരി ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. നിങ്ങളുടെ ഈ പ്രാവശ്യത്തെ ജെയും കീം നിങ്ങൾ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എക്സാമിനർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ജോയിൻ ചെയ്യാൻ താല്പര്യം ജോയിൻ ചെയ്തോ. ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന ക്ലാസ്സസ്. ഓൾ ദി ബെസ്റ്റ്.